വാട്സാപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയ സന്തോഷമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷം നിങ്ങളായിട്ട് പങ്കിടാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഇക്കും കൂടി വേണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ചെയ്യുമ്പോൾ, പക്ഷെ ഇക്കുവിന് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇക്കുവാണ് ഇതിന്റെ ഐഡിയ ഒക്കെ തന്നത്, യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തതൊക്കെ. പിന്നെ ഒരാളും കൂടി എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഷെയ്ർക്ക. എന്റെ കസിനാണ്. ഷെയ്ർക്കാക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്, മുഹമ്മദ് ലസീർ ഷാ വ്ളോഗ്സ് എന്നാണ് പേര്, MLS വ്ളോഗ്സ് എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പൊ അത് ആദ്യം കൂടെ പോയി കാണണം കേട്ടോ. അപ്പൊ ഇന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഷെയ്ർഖാനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ലേപ്പ. അപ്പൊ നമ്മളൊരു ചെറിയൊരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെറുതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ സന്തോഷം വെറുതെ നമുക്ക് എല്ലാവരും കൂടി പങ്കിടാൻ വേണ്ടിയിട്ട് ഒരു പുഡിങ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ക്രീമി പുഡിങ് ആട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഫസ്റ്റ് മമ്മിക്കും പപ്പക്കും കൂടിയിട്ട് ഇത് കൊടുക്കട്ടെ. ഞാൻ അപ്പൊ എല്ലാരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ പപ്പയും മമ്മിയും ഇക്കയും എല്ലാരും നൂനും എല്ലാരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കസിൻസും പിന്നെ ഇക്കുവിന്റെ വീട്ടിലുള്ളവരും എല്ലാരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉമ്മയും ഇപ്പൊ എല്ലാരും താത്തമാരും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാനും. ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അവരൊക്കെ ഫസ്റ്റ് തന്നെ വന്ന് ലൈക്കും കമന്റ് ഒക്കെ ഇടാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഉമ്മയും മമ്മിയും പപ്പയും എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉള്ളതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തത് ഷെയ്ർഖാന്റെ അടുത്താണ്. ഷെയ്ർഖാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള യൂട്യൂബിന്റെ ഫുൾ കാര്യങ്ങളും ഞാൻ ചോദിക്കല് ഷെയ്ർഖാനായിരുന്നു. എപ്പോഴും ഞാൻ ഷെയ്ർഖാനെ ഒന്ന് വിളിച്ച് വെറുപ്പിക്കല്. അപ്പൊ ഷെയ്ർഖാക്ക് ഒരുപാട് 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 താങ്ക്സ്. അപ്പൊ ഷെയ്ർഖാന്റെ വീഡിയോ കൂടെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ പോയി കാണണം. ഞാൻ ഇതിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം കേട്ടോ. ഷെയ്ർഖാന്റെ വീഡിയോന്റെ മുഹമ്മദ് ലസീർ ഷാ എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് ഈ പുഡിങ് ഉണ്ടാക്കിയതും കൂടെ ഉള്ള വീഡിയോ കൂടി ഉണ്ടാവും. അപ്പൊ അതുകൂടി നിങ്ങൾ കണ്ടേക്ക്. അപ്പൊ നിങ്ങൾക്ക് ഈ പുഡിങ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ് ആണ്. നല്ല ടേസ്റ്റ്. അപ്പൊ നല്ല സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് ആണ് ഇത്. കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വെറുതെ വിപ്പ് ചെയ്തെടുത്താൽ മതിയോ. അപ്പൊ എല്ലാരും പോയി വീഡിയോ കണ്ടിട്ട് വായിട്ടാ. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള പുഡിങ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതൊരു ക്രീമി പുഡിങ് ആണ് കേട്ടോ. ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ക്രീമി പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ അരോട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ മേരിഗോൾഡ് ബിസ്ക്കറ്റാണ് എടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമുക്ക് ആകെ ഒരു ബിസ്ക്കറ്റ്, ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ്, പിന്നെ വിപ്പിംഗ് ക്രീമും ഒരു ഫ്രഷ് ക്രീമുമാണ് ആവശ്യം. അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് നമുക്കൊരു ബൗളിലോട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും കൂടി ഇട്ടിട്ട് വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബൗളിൽ എടുക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും പാടില്ല, അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് വിപ്പിംഗ് ക്രീമും പിന്നെ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്കിത് വിപ്പ് ചെയ്യുന്ന സമയം മാത്രം മതി ഈ പുഡിങ് ഉണ്ടാക്കാൻ. ഭയങ്കര സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്, കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചിലവർക്കൊക്കെ പേടിയുണ്ടാവും, ജലാറ്റിൻ്റെ അളവ് കൂടിപ്പോയി കുറഞ്ഞു പോയി, പിന്നെ നമ്മുടെ ചൈന ഗ്രാസ് എത്ര ഇടണം, അങ്ങനത്തെ ഡൗട്ടുകളൊന്നും ഇതിൽ വേണ്ട. ഇതെല്ലാവർക്കും ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അളവ് കൂടിപ്പോയി കുറഞ്ഞു പോയി എന്നുള്ള ഒരു പ്രശ്നമില്ലാത്തൊരു പുഡിങ്ങാണ്. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ലോട്ടിന് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പോവാണ്.
അപ്പോൾ നിങ്ങൾ വിപ്പ് ചെയ്യുമ്പോൾ മീഡിയം സ്പീഡിലിട്ടിട്ട് വിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഹൈ സ്പീഡിലിടേണ്ട ആവശ്യമില്ല, മീഡിയത്തിലിട്ടിട്ട് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ വിപ്പായി കിട്ടും. അപ്പോൾ നമ്മളത് വിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലത്തെ ഒരു ചെറിയ ബൗളിലോട്ട് നമുക്ക് കോഫി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കോഫിയുടെ ഫ്ലേവറും കൂടി നമ്മുടെ പുഡിങ്ങിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബൗളിൽ കോഫി എടുത്തിട്ടുണ്ട്, ഒരു 1 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലെയറായിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്, ലെയർഡ് ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബിസ്ക്കറ്റ് ലെയറും പിന്നെ അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം അങ്ങനെ ലെയർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാനുള്ള കോഫിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കോഫി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ട്രേ ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട്, കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഓരോ ലെയർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ബിസ്ക്കറ്റിൽ വേണമെങ്കിലും നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ ഞാൻ കൂടുതലും മേരിഗോൾഡ് ബിസ്ക്കറ്റിലാണ് ഉണ്ടാക്കാറ്. ഇന്ന് നമുക്ക് അരോറൂട്ട് ബിസ്ക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഇതിലൂടെ ചെയ്തെന്നുള്ളൂ. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും ചോയ്സിനനുസരിച്ചും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഒരു ലെയർ ബിസ്ക്കറ്റ് ഇതുപോലെ കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ലെയർ വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും കൂടി നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചതും കൂടി ഇതിൻ്റെ മേലെ ലെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു ലെയർ ബിസ്ക്കറ്റും കൂടി വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇത് ഇങ്ങനെ ചെയ്തെടുക്കാം. ഒരു ലെയർ ബിസ്ക്കറ്റും ഒരു ലെയർ വിപ്പിംഗ് ക്രീമും കൂടി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രേ എത്രയുണ്ടോ അതിനനുസരിച്ച് എത്ര ലെയർ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പം ഞാനിവിടെ 2 ലെയറാണ് ചെയ്യുന്നത്. ഒരു ലെയർ ബിസ്ക്കറ്റും അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു ലെയറും കൂടെ ഈ സെയിം തന്നെ ബിസ്ക്കറ്റും അതിൻ്റെ മേലെ വിപ്പിംഗ് ഫ്രഷ് ക്രീമും കൂടി വിപ്പ് ചെയ്തതും കൂടെ, അങ്ങനെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഒരു ലെയറും കൂടി സെറ്റ് ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ ഞാൻ ഗാർണിഷ് ചെയ്യുന്നത് ബിസ്ക്കറ്റ് വെച്ചിട്ട് തന്നെ കേട്ടോ ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ്ങിന് ആപ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ബിസ്ക്കറ്റ് വെറുതെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ടാണ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര എളുപ്പത്തിലാണ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും കൂടി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മിൽക്ക് ബിക്കീസിൻ്റെ ക്രീം ബിസ്ക്കറ്റും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പുഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.